ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം വിചാരിക്കണേ. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഇന്നത്തെ എൻ്റെ ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യും കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരക്ക് ഒഴിഞ്ഞതിന് ശേഷം കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാ കുറച്ച് അലക്കാൻ ഇട്ടിട്ടുണ്ട്, ബ്ലാങ്കറ്റൊക്കെ അലക്കാൻ ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ LGൻ്റെ വാഷിംഗ് മെഷീന് ഇടയ്ക്കിടയ്ക്ക് പണി വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ഞാനിതിലിപ്പോൾ ബ്ലാങ്കറ്റ് മാത്രമാണ് അലക്കാറുള്ളത്. ബ്ലാങ്കറ്റ് ഇതിൽ അലക്കിയില്ലെങ്കിൽ വൃത്തിയാവില്ല. നമ്മൾ ഒരു കട്ടിയുള്ള ടൈപ്പ് ബ്ലാങ്കറ്റ് ഉണ്ടല്ലോ, കോട്ടനുള്ളിലുള്ള, അതാണ് യൂസ് ചെയ്യുക കേട്ടോ. ഞങ്ങളൊക്കെ അലർജിക്കാരായ കാരണം, ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ മോനും അലർജിക്കാരായ കാരണം മറ്റേ വെയിറ്റ് ഇല്ലാത്ത ഒരു ടൈപ്പ് ബ്ലാങ്കറ്റ് ഉണ്ടല്ലോ, ഒരു തൊപ്പായിട്ട്, അത് യൂസ് ചെയ്യാറില്ല കേട്ടോ, പൊടിയടിയൊന്ന് കരുതിയിട്ട്. അപ്പോൾ ആ ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ബ്ലാങ്കറ്റ് ഈ ഒരു മെഷീനിലല്ലാതെ നല്ലോണം കറങ്ങി വരില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാറുള്ളത് മോട്ടോറിൻ്റെ മെഷീനിൽ വേറെ ഡ്രസ്സുകൾ അലക്കും. ആ ഒരു ഇതിൽ LGയിൽ നമ്മൾ ബ്ലാങ്കറ്റ് അലക്കും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു സ്റ്റാൻഡിൽ ഇവിടുന്ന് തന്നെ വിരിച്ചിട്ടിട്ട് അങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് വെക്കുക ചെയ്യുക കേട്ടോ. പുറത്തിറങ്ങി അഴയിലിടാൻ നിൽക്കുമ്പോൾ അത് ഞാനിങ്ങനെ ഒരു ജോലിൻ്റെ ഇടയിൽ കൂടി ചെയ്യുന്ന കാരണം ഇവിടുന്ന് തന്നെ ചെയ്തിട്ട് അങ്ങോട്ട് സ്റ്റാൻഡോടെ അകത്തേക്ക് വെക്കുക ചെയ്യുക. ഈ ഒരു സ്റ്റാൻഡിലാവുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ മഴ വരെ അല്ലെങ്കിൽ പെട്ടെന്ന് എങ്ങനെയെങ്കിലും പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ സ്റ്റാൻഡോടെ തന്നെ ഇവിടെ അകത്തേക്ക് വെക്കാം. അഴയിലിട്ട് കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് വെക്കാൻ നിൽക്കണ്ടേ. അപ്പോൾ ഇതിലാവുമ്പോൾ നല്ലൊരു യൂസ്ഫുള്ളാണ് കേട്ടോ. ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റും മാത്രമാണ് അഴയിലിടുക. നിങ്ങൾ എൻ്റെ ബ്ലോഗ് കാണുന്നവർ കണ്ടിട്ടുണ്ടാവും. മുറ്റത്ത് സൈഡിൽ ചുമരിൽ അഴ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മടക്കി വെക്കാൻ പറ്റുന്ന അഴയാണ്, ഓൺലൈനിൽ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു അഴയേ ഉള്ളൂ, അത്ര അലക്കിടാൻ ഉണ്ടാവാറുള്ളൂ കേട്ടോ. പിന്നെ അന്നത്തെ പോലെ മെഷീന് പണി തന്നൊക്കെ ചെയ്താലാണ് നമുക്ക് അലക്കാനൊക്കെ പെൻഡിങ് വരിക. അല്ലെങ്കിൽ ഒന്നിട വിട്ട ദിവസങ്ങളിലൊക്കെ അങ്ങനെ അലക്കുമ്പോൾ അത്ര ആ ഒരു സ്റ്റാൻഡിലിടാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അത്യാവശ്യം ഡ്രസ്സ് അതിൽ കൊള്ളും ചെയ്യും കേട്ടോ. മോൻ്റെ ഡ്രസ്സൊക്കെ പിന്നെ ഒക്ടോപ്പസിൻ്റെ നമ്മൾ ഐക്യൻ്റെ ഒരു അയലുണ്ടല്ലോ, അതുമ്മേ ഹാങ് ചെയ്യുകയും ചെയ്യും. പിന്നെ അതാ ലഞ്ചിനുള്ള പരിപാടിയൊക്കെ നോക്കുക കേട്ടോ. ഇതിപ്പോൾ കൈപ്പക്ക താളിപ്പ് ഉണ്ടാക്കണം കേട്ടോ. തക്കാളിയും ഉള്ളിയും മുളകൊക്കെ കൂടെ ചേർത്തിട്ട് താളിപ്പ് ഉണ്ടാക്കുകയാണ്. രാവിലെ വെച്ച മീൻ കറി ഉണ്ട് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റൊക്കെ വെച്ച്. അപ്പോൾ വേറെ കറി ഉണ്ടാക്കണില്ല. ഇതും മീൻ വറുക്കും ചെയ്യാൻ കേട്ടോ. മാന്തൽ മീനാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ആദ്യം വറ്റിക്കാമെന്ന് വിചാരിച്ചത്, പക്ഷെ അതിൽ പല മീനും പല വലിപ്പം സൈസും പല ഐറ്റം മാന്തളുമാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് വറുക്കാമെന്ന് കേട്ടോ. ഞാൻ എല്ലാ ഐറ്റം മാന്തളും മീനും കഴിക്കാറില്ല കേട്ടോ. ഞാൻ ചെറിയ മാന്തൽ മീനെ ഞാൻ കഴിക്കാറുള്ളൂ. നമ്മളെ നാട്ടിൽ വലിയ മാന്തൽ, കമ്മാന്തൽ എന്ന് പറയും, അത് ഞാൻ കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ പിന്നെ വറുക്കുമ്പോൾ ആവശ്യമുള്ള മാത്രം എടുത്ത് കഴിക്കാമല്ലോ, അത് എഴുതിയിട്ട് വറുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ തന്നെയാണ് കുക്കിംഗ് കേട്ടോ. അത് കുക്ക് ചെയ്യാൻ എന്തോരം മടി. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂൾ തുറന്നാൽ അകത്തേക്ക് തന്നെ കയറേണ്ടി വരും മിക്കവാറും. അപ്പോൾ നമ്മളിതാ ചെറിയ മുളകുണ്ടല്ലോ, കാന്താരി മുളക്, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില എല്ലാം കൂടെ ഇതിക്കിടാനല്ല കേട്ടോ, മീൻ വറുക്കണേൽക്കും ഒക്കെ കൂടെയാണ്. അപ്പോൾ ഇതാ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്, നല്ലൊരു വൈബാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കൽ എൻ്റെ രണ്ടാമത്തെ അമ്മായി, ആമി അമ്മായി എന്ന് പറയും. അമ്മായിക്ക് എന്നും വേനൽക്കാലം ആകുമ്പോൾ പുറത്തൊരു അടുപ്പുണ്ടാവും കേട്ടോ. ആ ഒരു അടുക്കള ഭാഗത്ത്, അടുക്കള മുറ്റത്ത് ഒരു അടുപ്പുണ്ടാവും. അവിടെയാണ് കുക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അവിടെ ഞങ്ങളൊക്കെ ചെന്നാൽ സംസാരിച്ചിരിക്കലും അവിടെ ഉണ്ട്, ഇരിക്കാനുള്ള സെറ്റപ്പും ഒക്കെ ചെയ്യും. ആദ്യമൊക്കെ അമ്മായി അവിടെ എന്തെങ്കിലുമൊക്കെ പന്തൽ പോലെ ചെയ്തിട്ട് വള്ളിയൊക്കെ പടർത്തി
തണൽ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഷീറ്റൊക്കെ ഇട്ട് ഞാനിവിടെ ചെയ്ത പോലെ തന്നെ ഷീറ്റൊക്കെ ഇട്ട് നല്ല ഗ്രില്ലൊക്കെ കൊടുത്ത് നല്ല ഒരു സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലം ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ആ ഒരു പ്ലേസ് അവിടെ ഉണ്ട്. പക്ഷെ ഞാൻ പുറത്ത് കുക്ക് ചെയ്യുമ്പോഴൊക്കെ അമ്മായി അന്ന് ഉണ്ടാക്കുന്ന അടുപ്പ് എനിക്കിങ്ങനെ ഓർമ്മ വരും. ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. അത് മിക്കവാറും അമ്മയുടെ അയൽവാസി വന്നിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുക. മണ്ണിൻ്റെ ആയിരിക്കും കേട്ടോ. പിന്നെ അതിങ്ങനെ പ്രത്യേക അടുപ്പൊക്കെ അന്ന് ഒരു സമയത്തുണ്ടായിരുന്നു അമ്മായിക്കൊരു അടുപ്പ് കുപ്പി വെച്ചിട്ട് ഇങ്ങനെ നമ്മളെ മില്ലിൽ കിട്ടുന്ന പൊടി ഉണ്ടല്ലോ അതിങ്ങനെ നിറച്ചിട്ട് കുപ്പി ഇങ്ങനെ സെൻറ്ററിൽ വെച്ചിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ആ മില്ലിൽ നിന്ന് കിട്ടുന്ന പൊടി ഈർച്ചപ്പൊടി എന്ന് എന്താണ് പറയുക, അതിങ്ങനെ ഫില്ല് ചെയ്ത് നല്ല നല്ല ടൈറ്റായിട്ട് വെക്കും. എന്നിട്ട് സൈഡിൽ കൂടെ ഒരു കഷ്ണം വിറക് വെച്ചിട്ട് അത് കത്തിക്കും. അപ്പോൾ ഇതിങ്ങനെ നമ്മളെ ആലയിലൊക്കെ ഇങ്ങനെ നല്ല എന്താ പറയുക തീയിൻ്റെ ഇങ്ങനെ നെരിപ്പോടായിട്ട് ഇങ്ങനെ കിടക്കൂലേ, അതേപോലെ ഇങ്ങനെ നല്ല നല്ല ചൂടിലുണ്ടാവും അടുപ്പിട്ട്. അങ്ങനത്തെ അടുപ്പൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് പൊതുവേ മണ്ണിൻ്റെ അടുപ്പ് ഞാൻ എപ്പോഴും കാണാറുണ്ട് കേട്ടോ. രാജസ്ഥാനികളൊക്കെ അടുപ്പുണ്ടാക്കുന്ന വീഡിയോസും ഒക്കെ ഒരുപാട് നമ്മൾ ഇതിൽ കാണാറുണ്ടല്ലോ, എന്താ യൂട്യൂബിൽ. അതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, പുറത്തുള്ള കുക്കിങ് ഇതൊക്കെ. പക്ഷെ വിറക് കത്തിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ. എനിക്ക് ഭയങ്കര അലർജിയാണ്, പുക ഭയങ്കര അലർജി. അപ്പോൾ അതുകൊണ്ട് വിറക് കത്തിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ വിറക് കത്തിച്ചാൽ പുക പ്രശ്നമാണ് കേട്ടോ. ഞാൻ ഇവിടെ കല്യാണം കഴിച്ച് വന്ന സമയത്ത് ഇവിടെ വിറകടുപ്പ് ആണ്. ഗ്യാസും ഉണ്ട്, പക്ഷെ വിറകടുപ്പാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. അതൊക്കെ ഞാൻ നല്ലോണം ബുദ്ധിമുട്ടിയിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ പിന്നെ ആദ്യമേ അങ്ങനെ വിറകടുപ്പ് യൂസ് ചെയ്യാറില്ല, ഗ്യാസ് തന്നെ യൂസ് ചെയ്യുക. അതുകൊണ്ട് എനിക്ക് ആ ഒരു പുകൻ്റെ അലർജി ഉണ്ടെന്ന് കരുതിയിട്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന സമയത്ത് നല്ലോണം മൂക്കടപ്പും ശ്വാസം മുട്ടലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഒരു 1.5 വർഷം കൊണ്ടൊക്കെ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ പിന്നെ നമ്മൾ ഗ്യാസ് തന്നെ കത്തിക്കുക കേട്ടോ. ഗ്യാസ് തന്നെ അങ്ങനെ യൂസ് ചെയ്യുക. പിന്നെ ഇൻഡക്ഷൻ കുക്കറും ഓവനും അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് അങ്ങനെ പോകും. വിറക് കത്തിക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ കത്തിക്കാൻ ഞാൻ പറഞ്ഞില്ല നമുക്ക് പറ്റൂല. അപ്പം അങ്ങനത്തെ അടുപ്പൊക്കെ ഞാൻ എപ്പോഴും കാണും, എനിക്കിഷ്ടമാണ് അത് കാണാൻ കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനത്തെ അടുപ്പ് വാങ്ങിയിട്ട് നമ്മളെ മണ്ണിൻ്റെ അടുപ്പുണ്ടല്ലോ അത് വാങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഫിക്സ് ചെയ്താലോ എന്ന് വരെ ആലോചിക്കാറുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കാണാൻ വീഡിയോയിൽ കാണുമ്പോൾ ആ ഒരു അടുപ്പിലിങ്ങനെ വെച്ചിട്ടുണ്ടാക്കുന്നത് കാണുമ്പോൾ നല്ല രസമല്ലേ. മൺചട്ടികളോടുള്ള പ്രണയം പോലെ തന്നെയാണ് കേട്ടോ എനിക്ക് ആ ഒരു മണ്ണിൻ്റെ അടുപ്പും. അപ്പോൾ ഒരുപാട് വെറൈറ്റി അടുപ്പുകൾ ഉണ്ടാക്കുന്ന വീഡിയോസ് ഇപ്പോൾ വരാറുണ്ട്. സിമെൻറ്റിലും ചട്ടിയുണ്ട്, നമ്മൾ ചെടിച്ചട്ടി യൂസ് ചെയ്തിട്ടുള്ള അടുപ്പ് അങ്ങനെയൊക്കെ കാണാറുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാക്കി നോക്കുമായിരുന്നു, എനിക്ക് കത്തിക്കാൻ പറ്റുമെങ്കിൽ. അത്ര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഇതാ സംസാരത്തിൻ്റെ ഇടയിൽ കൂടെ മീൻ വറുക്കൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കയ്പ്പൊക്കെ അതാ വെന്ത് ഓഫ് ചെയ്തിട്ടോ. ഇനിയിപ്പോൾ അത് ഭക്ഷണം കഴിക്കാൻ നേരത്ത് തുറന്നാൽ മതി. നല്ലോണം ഒന്ന് കുക്കറിൽ കിടന്ന് നല്ലോണം വെന്ത് സോഫ്റ്റായി കിട്ടട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കയ്പ്പൊക്കെ താളിപ്പുണ്ടാക്കിയാൽ. കുറച്ച് തക്കാളിയും വലിയുള്ളി കുറച്ച് മതി, ഒരു ഉള്ളി. പക്ഷെ തക്കാളി നല്ല പുളിയുള്ള തക്കാളി 2 എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത്യാവശ്യത്തിന് എരിവുണ്ടെങ്കിൽ. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ചായ ഉണ്ടാക്കി വെച്ച ഗ്ലാസ് അത് കുറച്ച് സംഭവങ്ങളൊക്കെ കഴുകി വെക്കാണ്ടായിരുന്നു. അതും ഇവിടെ തന്നെ കഴുകി വെക്കൂട്ടാ. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ സിങ്കൊക്കെ ടൈലൊട്ടിച്ച് ശരിയാക്കിയിട്ടാണ്. ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസിന് വെള്ളം തീരെ പോവില്ല, വെള്ളം പോവും, നമ്മളെ വേസ്റ്റ് അങ്ങോട്ട് പോയി കിട്ടൂല, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കിയിരുന്നു. അപ്പോൾ ഞാൻ യൂട്ടിലിറ്റി ഏരിയയിൽ കുറച്ച് ഭാഗം ടൈൽസ് ഒട്ടിക്കാത്തുണ്ടായിരുന്നല്ലോ, അങ്ങോട്ട് ടൈൽസ് ഒട്ടിക്കാൻ വേണ്ടി പണിക്കാരെ വെച്ചപ്പോൾ ഞാൻ ഇതിലും ടൈൽസ് ഇടിച്ചു കേട്ടോ. അതേപോലെ തന്നെ ഈ സൈഡിലുണ്ടായിരുന്ന വലിയ അലക്ക് കല്ലുണ്ടല്ലോ വീട് ഇരുന്ന സമയത്തല്ല, അത് തീരെ യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതുപോലും ടൈൽസ് സ്റ്റിക്ക് ചെയ്യിച്ചു കേട്ടോ. ഞാൻ അലക്കണ കല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചെറിയ നമ്മൾ കാലിറക്കാൻ വേണ്ടി വാങ്ങുന്ന ആ ഒരു 1x1 ഒരു കരിങ്കല്ലാണ്. അത് മതി എനിക്ക് അലക്കാൻ. അപ്പോൾ പിന്നെ ആ ഒരു അലക്ക് കല്ലുമ്പോഴും ഞാൻ ടൈൽസ് ഒട്ടിപ്പിച്ചു. അത് പിന്നെ തുടച്ച് വൃത്തിയാക്കാൻ എളുപ്പമാണല്ലോ. അത് കഴിഞ്ഞ് ഇവിടേക്കൊന്ന് വൃത്തിയാക്കിയിടട്ടെ കേട്ടോ. അപ്പോൾ മസാലേൻ്റെ ഈ ഒരു ഇതും ഞാൻ ഇടയ്ക്കൊന്നുകൊണ്ട് തുടച്ച് കൊടുക്കും. ഈ ഒരു ഭരണീൻ്റെ സെറ്റ് ഉണ്ടല്ലോ അതും. ഞാനെന്നും കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതിലുള്ള മസാലകൾ കഴിഞ്ഞാൽ ഒരു രണ്ട് റെസിപ്പിയോ 3 റെസിപ്പിയോ ചെയ്യാനുള്ള മുളക് മല്ലിയൊക്കെ ഇതിൽ കൊള്ളുള്ളൂ കേട്ടോ.
അപ്പോൾ അതുവരെ എനിക്ക് നല്ലതാണ്. ഞാൻ കുക്ക് ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് ഇതങ്ങോട്ട് മേലേക്ക് എടുത്തിട്ട് അതിൽ ഫില്ല് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതും ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണ്. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ആ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കണമല്ലോ. അപ്പോൾ വൃത്തിയിലിരുന്നോട്ടെ എന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ ഇതാ ഇന്നത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. കുക്കിംഗ് തീരുന്നതോടുകൂടി തന്നെ നമ്മളെ മെഷീനിൽ അലക്കാട്ടിട്ടുള്ള ബ്ലാങ്കറ്റും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അത് അഴയമേലേക്ക് ഇട്ടിട്ട് അകത്തേക്ക് പോവും. കാക്ക വന്നിട്ട് ഫുഡൊക്കെ കഴിക്കും. വൈകുന്നേരമാണ് അഴയമത്തൊക്കെ എടുത്ത് മടക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഒരു ഇമോജിയെങ്കിലും കമൻ്റ് ആയിട്ട് ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ബ്ലാങ്കറ്റ് എടുത്തിട്ട് അഴയിലേക്ക് ഇടട്ടെ. അങ്ങോട്ട് ആ സൈഡിലേക്ക് ഭയങ്കര വെയിലൊന്നും അടിക്കൂല, എന്നാലും വൈകുന്നേരം ആകുമ്പോൾ ഉണങ്ങാനുള്ള വെയിൽ അടിക്കും കേട്ടോ. അങ്ങനെയാണ്. അവിടെ ഒരുപാട് മരങ്ങളുണ്ടല്ലോ, മരങ്ങളും ഒരു ദേവദാരത്തിൻ്റെ മരമുണ്ട്, പിന്നെ ചാമ്പക്ക മരങ്ങളുണ്ട്. അപ്പോൾ സ്വതവേ ആ മുറ്റത്ത് വല്ലാണ്ട് വെയിലടിക്കൂല, എന്നാലും അഴൻ്റെ ഭാഗത്തേക്ക് കുറച്ചൊക്കെ ഒരു വെയിലടിക്കും. പിന്നെ വെയിലില്ലെങ്കിൽ തന്നെ ഭയങ്കര ചൂടാണല്ലോ. മഴ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര ചൂടാണ് ഇപ്പോൾ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ അന്നത്തെ കാര്യങ്ങൾ. ലെങ്ത് കൂടി പോയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് മടിയായിരിക്കും. അതാണ് ഞാനൊരു 10-12 മിനിറ്റിലൊക്കെ ഒതുക്കണത്. അപ്പോൾ ഇനി വീണ്ടും ഒരു വ്ളോഗിലൂടെ കാണുന്നവരെ അസ്സലാമു അലൈക്കും, ബൈ.